നമസ്കാരം, വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് സ്വാഗതം. അറിയാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഖാലിദ സിയ അന്തരിച്ചു. ഇന്ന് പുലർച്ചെ ധാക്കയിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 80 വയസ്സായിരുന്നു. ഉന്നാവ് കേസിൽ BJP നേതാവ് കുൽദീപ് സിംഗ് സെൻഗറിന്റെ ശിക്ഷകൾ പുനഃസ്ഥാപിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത് BJP കേന്ദ്ര നേതൃത്വത്തെ ഞെട്ടിച്ചു. കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നവരെ വെറുതെ വിടാൻ പാടില്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. ഈ യുദ്ധസമയത്ത് പ്രധാനമന്ത്രി നെതന്യാഹു ആയതുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ഇന്നും നിലനിൽക്കുന്നതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടു. ആരവല്ലി മലനിരകൾക്കുള്ള 100 മീറ്റർ പരിധി കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചത് ആദ്യം അംഗീകരിച്ച സുപ്രീം കോടതി സ്വയം ആ വിധി മരവിപ്പിച്ചു. ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചതോടെയാണ് ദേവസ്വം ബോർഡ് മുൻ മെമ്പർ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തതെന്ന് നിഗമനം. ഇനി CPM-കാരൻ തന്നെയായ ശങ്കരദാസിനെയും ഉടൻ അറസ്റ്റ് ചെയ്യും. അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്കും അറസ്റ്റ് എത്തുമെന്ന് സൂചന. ഇതേസമയം D മണിയെ ഇന്നും SIT ചോദ്യം ചെയ്തു. ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പെരുമാറ്റങ്ങളിലുള്ള വെറുപ്പും സാധാരണ ജനങ്ങൾക്കുണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കുന്ന പിണറായി വിജയന്റെ നിലപാടും ശരിയല്ല, CPI പറയുന്നു. ഇന്നലെ തലസ്ഥാനത്തെത്തിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 93ാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനവും മാർ ഇവാനിയോസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് ഉച്ചതിരിഞ്ഞ് ഡൽഹിക്ക് മടങ്ങി. നടൻ ജയസൂര്യയെയും ഭാര്യ സരിതയെയും വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ലേല ആപ്പ് തട്ടിപ്പിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ചോദ്യം ചെയ്യൽ. കടുത്തുരുത്തി മുൻ MLA PM മാത്യു ഇന്ന് പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. പുതിയ BJP കൗൺസിൽ പഴയ കോർപ്പറേഷൻ കൗൺസിലിന്റെ എല്ലാ വാടക കരാറുകളും പരിശോധിക്കാൻ കർശന നിർദ്ദേശം നൽകി. MLA ഹോസ്റ്റലിൽ മുറികളുള്ള VK പ്രശാന്തിന് ശാസ്തമംഗലത്ത് ഓഫീസ് മുറി കുറഞ്ഞ വാടകയ്ക്ക് നൽകിയതിൽ ശബരിനാഥൻ പ്രതിഷേധിച്ചിരുന്നു. വീടുകൾക്ക് മുന്നിലെ തൂണുകളിൽ കണ്ട വലിയ ചുവപ്പടയാളം നാട്ടുകാരിൽ പരിഭ്രാന്തി പരത്തി. തിരുവനന്തപുരം നേമം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. ആളില്ലാത്ത വീടുകൾ കണ്ടെത്തി മോഷ്ടാക്കൾ അടയാളമിടുന്നതാണെന്ന് സൂചനയും ലഭിച്ചിട്ടുണ്ട്. ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് അറിയിച്ചു. അച്ഛനമ്മമാരുമായി പിണങ്ങിയിറങ്ങിയ 16-കാരിയെ പന്തീരാങ്കാവ് ഫ്ളാറ്റിലെത്തിച്ച് കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ മുഹമ്മദ് സാലിഹ്, ഷബീർ അലി എന്നീ മധ്യവയസ്കരെ കോഴിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. മകരവിളക്കുത്സവത്തിനായി ഇന്ന് വൈകുന്നേരം ശബരിമല നട വീണ്ടും തുറന്നു. ഇന്ന് പ്രത്യേക പൂജകൾ ഇല്ല. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും നിങ്ങളിലേക്ക് എത്തുവാൻ വില്ലേജ് ന്യൂസ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.